അച്ഛൻ ഇപ്പൊ വരും. അച്ഛൻ ഇപ്പൊ വരും. അപ്പൊ ഉറങ്ങിക്കോ കേട്ടോ. അമ്മ വിളിച്ചോളാം. ദാ വന്നല്ലോ. അമ്മ വാതിൽ തുറക്കട്ടെ. Hey, come on! Prabhe! ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഹീസ് ഓൾ റൈറ്റ്. ഡോക്ടർ ഒന്ന് കാണാൻ. നോ, ഒരു 2 മണിക്കൂർ അവനൊന്ന് ഉറങ്ങിക്കോട്ടെ, എന്നാലേ ഷോക്കിൽ നിന്ന് പുറത്തു വരൂ. ഇപ്പൊ നിന്നെയോ പ്രഭയോ കണ്ടാൽ അവൻ ഇനിയും കരയും. എവിടെ ഷിഹാബ്? പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. ആ, നരി നിർബന്ധമായിട്ട് പറഞ്ഞേച്ചു. ആഹാ. നരി, ഒറ്റ മിനിറ്റ്. എടാ, താഴെ പണം കെട്ടിട്ടില്ലല്ലോ ഇതുവരെ. അവരിപ്പോഴും വിളിച്ചിരുന്നു അകത്തേക്ക്. ഡോക്ടർ, അത് ഞാൻ താഴെ അവർ പെട്ടെന്നൊരു എമൗണ്ട് പറഞ്ഞപ്പോ. എന്താടാ, ഞാനൊന്ന് വിളിച്ചു പറയട്ടെ താഴെ എന്റെ അക്കൗണ്ടിൽ വെക്കാൻ? വേണ്ട ഡോക്ടർ, പ്ലീസ്. 10 മണിവരെ സമയമായി തന്നാൽ മതി, ഞാൻ കൊണ്ട് അടച്ചോളാം. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഓക്കേടാ. ഇവിടെ 50,000 ചെക്ക് ചെയ്യാൻ കൊടുത്തു വിട്ടോളാം. നീ ഫോൺ വെക്കേ, ഞാൻ വിളിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ടാ? ഹീസ് ഓക്കെ. ഓ ഡാ, താഴെ പൈസ ഞാൻ അടച്ചിട്ടുണ്ട്, മരുന്നിന്റെ എല്ലാം കൂടെ കൂട്ടി. നരിയേട്ടാ, ഇപ്പൊ നീ എതിർത്തൊന്നും പറയല്ലടാ. എടാ നീ പ്ലീസ്. നേരായിട്ട് ഇത് കൈക്കൂലി വാങ്ങിച്ച കാശല്ല, ചത്തുപോയതിന്റെ അപ്പനാണ് സത്യം. നീ വിലക്കരുത്, ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം. നരി ഡാ. സാർ, തോമസ് ആന്നി. സാർ, ഷിഹാബുദ്ദീൻ സാർ നിന്നോട് അത്യാവശ്യമായിട്ട് ഗസ്റ്റ് ഹൗസിലെത്താൻ സിഗം വിളിപ്പിക്കുന്നു. സർ, അവരോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്കണം. ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? പുസ്തകം വല്ലതും? സർ ഉണ്ട്. ഒക്കെ ശരിയാ, പക്ഷെ മക്കൾക്കൊരു ആവശ്യത വന്നാലേ ചിലപ്പോ പെട്ടെന്നൊരു രക്ഷയ്ക്ക് വിളിച്ചു പോകും ഭഗവാനേ എന്ന്. അല്ലേടോ? സർ. ആ, ചെക്കൻ എങ്ങനെയുണ്ട്? സർ ബെറ്റർ. വൈഫിനോ? ഷീസ് ഓൾ റൈറ്റ്. ഈശ്വരാധീനം. അപ്പൊ പിന്നെ നമുക്ക് ഇതൊക്കെ നിർത്തിക്കളയാം. ഈ അന്വേഷണം എന്താ? അല്ല സാർ, ഇത്ര പെട്ടെന്ന്? ഇവനത് എന്താണോ ഷിഹാബെ, ഭസ്മാസുരന്റെ ജന്മമോ? അല്ല, ഇവൻ ചെന്ന് തൊട്ടപാതി തൊടാത്ത പാതി ഇതിപ്പോ എത്ര പേരാണോ ചത്തത്? 8 അതോ 10? എത്രയായാലും ഇത്രയും വരെ മതി. ഷിഹാബെ, സർക്കാരിന് ഒരുപാട് പ്രഷറുണ്ട്. പാർട്ടിക്കകത്തു നിന്നായാലും ഘടകകക്ഷികളിൽ നിന്നായാലും ഈ കേസിന്റെ കാര്യത്തില്. സാർ, ഇത് ഇത്രയ്ക്ക് അങ്ങ് വഷളായ സ്ഥിതിക്ക് തൽക്കാലം നിർത്തിവെപ്പിക്കാനാ എന്നോട് പാർട്ടിയുടെ നിർദ്ദേശം. ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിനു മുമ്പും ചില പൗരന്മാർ ചെയ്യാറില്ലേ? കൊച്ചിന് ദിനമാണോ, അച്ഛയ്ക്ക് പരവേശമാണോ, താനൊരു സ്പെഷ്യൽ ലീവിന് എഴുതി കൊടുക്ക്, നമുക്ക് പാസ്സാക്കിക്കാം. എന്നിട്ട് വല്ലതും പോസ്റ്റിംഗ് മാറ്റി തരാം. അല്ല സാർ,
10 മണിക്ക് പത്രക്കാരെ വിളിപ്പിച്ചിട്ടുണ്ട്. ഒറ്റയാൻ ഇൻവെസ്റ്റിഗേഷൻ പരാജയം. പകരം ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കി അന്വേഷണം തുടരും. എലി പുലിയായി, പുലി പൂച്ചയായി, അങ്ങനെ വല്ല വിട്ടിത്തോ കൂടി വിളപ്പിയേക്കാം പത്രക്കാരോട്. എന്താണോ, പറ്റുമോ? സർ പറ്റില്ല. വെട്ടിമുറിച്ചുള്ള സംസാരം വേണ്ട. അച്ഛൻ പറഞ്ഞങ്ങോട്ട് കേട്ടാ മതി. താൻ എന്താടോ നോക്കുന്നത്? എന്താ ബോധിച്ചില്ലേ? പ്ലീസ് ഷട്ട് യുവർ മൗത്ത്. യു I said, please shut your mouth. ഡോ, സർ, സർ, സ്റ്റേറ്റ് ഭരിക്കുന്നത് അപ്പൻ, പുത്രനല്ല. ആൻഡ് ഐ ലിസൺ നോട്ട് ടു ഹിം, ജസ്റ്റ് യു. പറയുന്നത് ആരായാലും നീ അങ്ങ് കേട്ടോടാ മതി. അതാ നിനക്ക് നല്ലത്. സർ പറ്റില്ല. കൊട്ടിഘോഷിച്ചോരോ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുക്കം വിട്ടിത്തം തിരിച്ചറിയുമ്പോ ശത്രുപാളയത്തിൽ അങ്ങോട്ട് ചെന്ന് സന്ധി ഒപ്പുവെക്കുന്ന പതിവ് തന്ത്രം ഉണ്ടല്ലോ. പാർട്ടി മൂക്കുകയറിട്ടു, സഹമന്ത്രിമാർ പാലം വലിച്ചു, ഘടകകക്ഷികൾ കടകം തിരിഞ്ഞു. അങ്ങനെ പത്രക്കാരെ ക്ഷണിച്ചു വരുത്തി സ്വയം രക്തസാക്ഷിത്വം സ്ഥാപിച്ചിരിക്കുന്ന സഖാവിന്റെ പതിവ് ഗിമ്മിക് നടപ്പിലാവില്ല സാർ ഈ കേസിൽ. നിർത്തിവെക്കണമെന്ന് അങ്ങിപ്പോൾ ആവശ്യപ്പെടുന്നത് ഇവന് വേണ്ടിയിട്ട്. ഷിഹാബേ, Yes, sir. കമ്പളികണ്ഠൻ ജോസ് കൊല്ലപ്പെട്ട അതേ ദിവസം കൊച്ചി പുറങ്കടലിൽ നങ്കൂരമിട്ട കോടാ പ്രദേശന്റെ ഉല്ലാസ കപ്പലിൽ ഇവനുണ്ടായിരുന്നു വിത്ത് സേതുമാധവൻ, the most notorious, the most sought after drug agent of the state. കപ്പലിൽ നിന്ന് സേതുവിന്റെ ലക്ഷറി ബോട്ടിൽ അഴിമുഖം കിടക്കുമ്പോ റുട്ടീൻ ചെക്കിങ്ങിന് കയറിയ ഡ്യൂട്ടി ഓഫീസേഴ്സിനെ മുഖ്യമന്ത്രിയുടെ പുത്രൻ പുളിച്ച പുലഭ്യം വിളിച്ചു. കോസ്റ്റ് ഗാർഡ് ചീഫ് സംഭവം അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു. സെൻട്രൽ ഐബിക്കും ഗോവ ഇന്റലിജൻസിനും ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസിനും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്വാർട്ടറി അത് ഹാഷപ്പ് ചെയ്തു, ഫയല് മുക്കി. ഹോം മിനിസ്റ്റേഴ്സ് ഓഫീസ് അതൊരു ബാർഗെയിനിങ്ങിന് സൂക്ഷിച്ചു. ആൻഡ് ഐ ഹാവ് വിത്ത് മീ എ കോപ്പി ഓഫ് ദാറ്റ് റിപ്പോർട്ട്. എന്താ സാർ, സത്യമല്ലേ? പറ്റുമോ അങ്ങേക്ക് നിഷേധിക്കാൻ? എടോ ഷിഹാബേ, വിളിച്ചോണ്ട് നിൽക്കാതെ വിളിക്കണോ പോലീസിനെ? വിളിച്ച് പുറത്താക്കാൻ പറയും. പുറത്ത് പോലീസ് ഇന്നലെ ഉണ്ടായില്ലേ സാർ? ഒരു മുഖ്യമന്ത്രി ഒരിക്കലും മുഖം അനുവദിച്ചുകൂടാത്ത ഒരു വിശിഷ്ട അതിഥി സേതുമാധവൻ എന്ന നൊട്ടോറിയസ് ഗസ്റ്റ് ഇന്നലെ ഇവിടെ വന്ന് ഇറങ്ങുമ്പോ, ഇന്നലെ പുലർച്ചയ്ക്ക് ഇദ്ദേഹം ഇവിടെ കാലുകുത്തിയ നേരം മുതൽ പുറത്ത് പാറാവ് നിൽക്കുന്നവരിൽ എന്റെ മെന്നുണ്ട് സാർ. Now, come on. നിർത്തിവെക്കാം അന്വേഷണം. കൽപ്പിച്ച് ഇതുവരെ ഉണ്ടായ ധിക്കാരങ്ങളൊക്കെ കണക്കിലെടുത്ത് എനിക്ക് സസ്പെൻഷൻ, ഡിസ്മിസൽ, തൊപ്പിതെറിപ്പിക്കൽ, എത്ര കടുത്ത ശിക്ഷയുമാവാം സാർ. യു ആർ വെൽക്കം. പക്ഷെ അതിനു മുമ്പ് കൺമുന്നിൽ നിന്ന് ഇങ്ങനെ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകും ഞാനിവനെ. എന്നിട്ട് കമ്പളികണ്ഠൻ ജോസ് വധക്കേസിലെ സസ്പെക്ട്സ് IG ബാലു, അപ്പിച്ചായി, സുഭദ്ര, സേതുമാധവൻ ഇവരാരൊക്കെ ആയാലും അവർക്കൊപ്പം ഒരൊറ്റ ദിവസമെങ്കിലും കോടതി വരാന്തയിൽ നിൽക്കേണ്ടി വരും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഈ തൃപ്പുത്രന്. ഫോർട്ട് കൊച്ചി ശക്തി ലോഡ്ജിന് മുന്നിൽ ഒരു അജ്ഞാത മൃതദേഹം കാണപ്പെട്ടപ്പോ അതിലൊരു ശത്രു സംഹാരത്തിന് പഴുതുണ്ടെന്ന് ദുർബുദ്ധി തോന്നിച്ചപ്പോ അന്വേഷണം ഇങ്ങനെ ഒരു ഭസ്മാസുരന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കുമ്പോ അതിലിങ്ങനെ പുത്രന്റെ രൂപത്തിലൊരു കാളസർപ്പയോഗം പ്രതീക്ഷിച്ചില്ല സംസ്ഥാനം അടക്കി ഭരിക്കുന്നയാൾ അല്ലേ? പപ്പാ ക്ഷമിച്ച് നിൽക്കാതെ പിടിച്ച് പുറത്താക്കുന്നുണ്ടോ ഈ? ആൻസർ, എത്ര മഹത്തരമായ ജനാധിപത്യമാണെങ്കിലും അർത്ഥം കൊണ്ടും അധികാരം കൊണ്ടും ഒരു മുഖ്യമന്ത്രിക്ക് മുന്നിൽ എന്നെ പോലൊരു പെറ്റി ലെവൽ ഓഫീസർ എത്രയോ ചെറുതാണെന്ന ചട്ടവും ഹൈറാർക്കിയും സത്യവും എനിക്ക് ബോധ്യമില്ലാഞ്ഞിട്ടല്ല. ബട്ട് ആസ് എ സിറ്റിസൺ, ആസ് എ വോട്ടർ ആൻഡ് ആസ് എ കോംറേഡ് ബൈ സോൾ ഒന്ന് മാത്രം പറഞ്ഞിട്ട്, ഒപ്പം നിന്ന സഖാക്കന്മാരെ മുഴുവൻ പെരുങ്കള്ളന്മാരെന്ന് മുദ്രകുത്തി പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒറ്റുകൊടുക്കുമ്പോൾ ഒരു ബുൾഡോസറിന്റെ പൊയ്ക്കാലിൽ ആകാശത്തോളം യശസ്സുയർത്തിയെന്ന് തുഗ്ലക്കിനെ പോലെ വിരിഞ്ഞു നിന്ന് വിട്ടി സ്വർഗം പടുക്കുമ്പോ അതിനെല്ലാം ചേർത്ത് പുത്രൻ മുജന്മ ശത്രു എന്ന ഡയലക്ടിക്കൽ മെറ്റീരിയലിസം നടപ്പിലാകുമെന്ന് പ്രതീക്ഷിച്ചില്ല സഖാവ് CP അല്ലേ സർ? തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അത് അവനവനായാലും ശരി, പുത്രനായാലും ശരി, സത്യങ്ങൾ ഏറ്റു പറയണം സർ. ജനങ്ങളോട്, സഖാക്കളോട്, പ്രസ്ഥാനത്തോട്. അതാണ് സാർ ലെഫ്റ്റിസ്റ്റ്, അതാണ് സാർ ലെനിനിസ്റ്റ്, അതാവണം സാർ കമ്മ്യൂണിസ്റ്റ്. അങ്ങേക്കത് പറ്റാതെ പോയാൽ പിന്നെ ലെറ്റ് മീ ടെൽ യു വിത്ത് അറ്റ്മോസ്റ്റ് റിഗ്രറ്റ് സർ, അധികാരവും പദവിയും സ്ഥാനങ്ങളും ഒഴിഞ്ഞ് മഹാവര്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലെ ചൊരിമണലിൽ ഒരു ചിത കത്തി അമർന്നു കഴിയുമ്പോൾ, അവസാനത്തെ ഇൻകിലാബും മുഴങ്ങി കഴിയുമ്പോൾ, ഒടുവിൽ സ്മാരകശിലയിൽ കൊത്തിവെക്കാൻ ഒരൊറ്റ വിശേഷണമേ ബാക്കിയുണ്ടാവൂ സർ. ജനങ്ങളുടെ മനസ്സിൽ, സഖാക്കന്മാരുടെ മനസ്സിൽ, അങ്ങയുടെ പ്രസ്ഥാനത്തിന്റെ മനസ്സിൽ. എ ലെഫ്റ്റിസ്റ്റ് ബട്ട് എ റെനഗേഡ്, എ കോംറേഡ് ഹു ബിട്രേഡ്. ഒറ്റ വാക്കിൽ സർ, ഒറ്റക്കാരൻ. അത് സംഭവിക്കാതിരിക്കട്ടെ സർ. ഐ വിൽ വെയിറ്റ് ഔട്ട്സൈഡ്. അങ്ങയുടെ തീരുമാനം. ലാൽ സലാം. എടോ നരി, തെറ്റുപറ്റിയ തനിക്കല്ല എന്ന് നിശ്ചയമുണ്ടെങ്കിൽ നിർത്തണ്ട.
അന്വേഷണം തുടരാം. സർ. പൊയ്ക്കോ. ഗോ അഹെഡ്. സർ. എടോ, പുലി. സർ. ലാൽ സലാം. ഞങ്ങള് അല്ല, രാത്രിയും പകലും ഇവിടെ തന്നെ കാവല് വേണമെന്നാ സേതു സാറ്. ഓ, ഒരു പട്ടിപ്പൂച്ച ഇല്ലല്ലോ ഇവിടെ വിളിക്കാക്കാന്. எங்கிருந்தோ வந்தான் இடை சாத்தினான் என்றான். எங்கிருந்தோ வந்தான் இடை சாத்தினான் என்றான். இவனை யான் പഠിക്കാതെ മേதை ബാലമുരുകൻ തിയേറ്ററിൽ കണ്ട പടം പണ്ട് രാജാക്കാട്ടിരിക്കുമ്പോ അവിടെ നിന്നാ ബന്ധം തുടങ്ങുന്നത് സേതുവിന്റെ അച്ഛൻ നാരായണൻ നായരുമായിട്ട്. അവിടെ നിന്നാ കാട് കയറുന്നത് ആദ്യം കഞ്ചാവ് തോട്ടം തുടങ്ങാൻ. അവിടെ ഇരിക്കുമ്പോഴാ ഡിപ്പാർട്ട്മെന്റ് ജീപ്പിൽ ഡ്രഗ് ട്രാഫിക്കിംഗ് നടത്തിയതിന് കേസ്. സർവീസ് നിന്ന് ടെർമിനേഷൻ. സബ് ഇൻസ്പെക്ടർ വട്ടക്കാലിൽ പുരുഷോത്തമൻ പിള്ള അധ്യക്ഷൻ. മുസ്തഫ സർ. കഴിഞ്ഞ 2-2.5 മണിക്കൂറിൽ പഴയത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു നിർമ്മല ജോൺ. ഉന്നമ്പാറ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ അപ്പിച്ചായി സ്പോൺസർ ചെയ്ത് നഴ്സിംഗ് പഠിച്ച കാലം മുതൽക്ക് അതിമനോഹരമായ അപൂർവ പ്രണയ കഥ. അപ്പിച്ചായിക്ക് ഇഷ്ടപ്പെട്ട തമിഴ് പാട്ടുകൾ, ഇഷ്ടഭക്ഷണം, ഡ്രിങ്ക്, സമ്പ്രദായങ്ങൾ, ദേഷ്യം വരുന്നത് എപ്പോ എങ്ങനെ. ചട്ടപ്രകാരം ശരിയല്ല, എങ്കിലും ഒരടി പൊട്ടിക്കേണ്ടി വന്നു കുറിപ്പിന്. ഒന്ന് തുടങ്ങിക്കിട്ടെ. സോറി. മരിച്ചു കിടക്കുമ്പോ കൃത്യം ദായി ഇവിടെ കമ്പളികണ്ഠൻ ജോസ്. ആരോ അടിച്ചിട്ട് സ്റ്റിച്ചിട്ട മുറിവും, ലാത്തി, ക്ലബ്, വെറും വാക്കിംഗ് സ്റ്റിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഗരുഡൻ കെട്ടിയ വടി, എന്തുമാവാം. പഴയ കഥകളെ പറഞ്ഞിട്ടുള്ളൂ നിർമ്മല. കമ്പളികണ്ഠൻ ജോസ് മുതല് വത്സമ്മ, കുട്ടികൾ, രാജാക്കാട് ചെല്ലപ്പ, വിനയൻ ലൈറ്റ്സിലെ രമാബഹൻ, കടന്നിട്ടുള്ള ഇതിലേക്കൊന്നും. ജലപാലൻ എന്റെ കസ്റ്റഡിയിൽ ഒരു ഉത്തരക്കടലാസ് പൂരിപ്പിക്കുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ. സ്റ്റേറ്റ്മെന്റ്സ് ഒപ്പിടുന്നത് ഒരുമിച്ചാകാം 3 പേർക്കും. പോകാം. കൊണ്ടുപോകാനോ? നിയമം ഒരുപാട് തെറ്റിച്ചിട്ടുണ്ടെങ്കിലും വകുപ്പ് മറന്നിട്ടില്ല പഴയ പോലീസ് ഏമാൻ, അല്ലേ? മാപ്പ് സാക്ഷിയാകാൻ നിർമ്മലാ ജോണിന് മനസ്സുണ്ട്. പ്രായം പരിഗണിച്ച് കോടതി ചിലപ്പോ ഒരു അയവ് കാട്ടും മാപ്പ് സാക്ഷിക്ക്. തീരുമാനിക്കാൻ കൃത്യം 1 ദിവസം എന്റെ വക. ശിലാദൃഢമായ വൃദ്ധന്റെ മനസ്സ് അലിയിച്ച് ജലഭാഗമാക്കി തരാമെന്ന് ഈ അകാല ദൗർബല്യം വാക്ക് പറയുമ്പോ ഞാനത് മുഖവിലേക്ക് സ്വീകരിക്കുന്നു. 24 മണിക്കൂർ. കുറുപ്പേ. അല്ല സാർ, ഇങ്ങനെ വിട്ടേച്ചു പോയാലേ? അച്ഛന്റെ പ്രായം കാണില്ലേ കുറുപ്പേ? ചിലപ്പോ മനസ്സ് മാറിയാലോ, അല്ലേ പിച്ചേ? കുറുപ്പേ വാ.